രാജയോഗ മെഡിറ്റേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ അവയർനെസ് ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ ഈ സപ്താഹ കോഴ്സിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ആദ്യം തിരിച്ചറിയുന്ന വസ്തുത, നമ്മൾ ആരാണ്, ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവ്. അതായത് ഞാൻ എന്ന് പറയുന്നത് ശരീരമല്ല, ആത്മാവാണ്. ഈ ശരീരം എൻ്റെയാണ്, ഞാൻ ആത്മാവാണ്, ഇതെൻ്റെ ദേഹമാണ്. ആ അവയർനെസ് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് മെഡിറ്റേഷനിൽ ആത്മസ്മൃതി ഉണർത്തുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തത് ആത്മസ്മൃതിയിലിരുന്നുകൊണ്ട് സ്നേഹത്തോടു കൂടി പരമാത്മ പിതാവിനെ ഓർമ്മിക്കുക. ആ ഓർമ്മയുടെ യാത്രയുടെ പേരാണ് യോഗം. യോഗാർത്ഥ ലിങ്ക്, ആരാരുമായിട്ടുള്ള കണക്ഷൻ? ആത്മാവിന് പരമാത്മ പിതാവുമായിട്ട്, പരമാത്മാവാകുന്ന മാതാവുമായിട്ട്, ഈശ്വരനും ആയിട്ടുള്ള നമ്മുടെ ആ കണക്ഷൻ. അതാണ് രാജയോഗത്തിൽ നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ രാജയോഗ മെഡിറ്റേഷനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, രാജയോഗം അതായത് ഈ യോഗവിദ്യയിലൂടെ എപ്പോഴാണോ നമ്മൾ ആത്മാവാണെന്നുള്ള സ്മൃതിയിലിരുന്നുകൊണ്ട് പരമാത്മ പിതാവിനെ ഓർമ്മിക്കണേ, ഈശ്വരനെ ഓർമ്മിക്കണേ, ആ ഓർമ്മയിലൂടെ നമ്മുടെ ഉള്ളിൽ നിറയുന്ന ബലം, യോഗബലം, പരമാത്മ സ്മൃതിയിലൂടെ കിട്ടുന്ന ശക്തി, ആ ഈശ്വരീയ ശക്തി കറണ്ടിന്റെ ജോലി ചെയ്യും. എങ്ങനെയാണോ കറണ്ട് ഉപകരണങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത്, അതേപോലെ നമ്മുടെ സെൻസ് ഓർഗൻസിന്റെ നിയന്ത്രണം, ഓരോ കർമ്മേന്ദ്രിയങ്ങളെ നമുക്ക് നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ പരമാത്മ ശക്തിയാകുന്ന കറണ്ട് നമ്മളെ സഹായിക്കും. അതായത് നമുക്ക് നമ്മുടെ ശരീരത്തിലെ ഓരോ കർമ്മേന്ദ്രിയങ്ങളുടെ മേലെയും നിയന്ത്രണം കൊണ്ടുവരിക. ആ നിയന്ത്രണ ശക്തി, കൺട്രോളിങ് പവർ ആൻഡ് റൂളിംഗ് പവർ, അതാണ് നമുക്ക് മെഡിറ്റേഷനിലൂടെ മെയിനായിട്ട് പ്രാപ്തമാക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് രാജയോഗം എന്ന് പേര് വരാൻ തന്നെ കാരണം. രാജാവിനെ പോലെ നമുക്ക് കർമ്മവും ചെയ്യുക, യോഗിയെ പോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംയമനം പാലിക്കാൻ കഴിയുക. ഒരു യോഗിക്ക് എത്രത്തോളം ആ ഒരു സംയമനം ഉണ്ടോ, എത്രത്തോളം ശുദ്ധിയുണ്ടോ, എത്രത്തോളം ശാന്തതയുണ്ടോ, ആ ശാന്തതയിൽ ഇരുന്നുകൊണ്ട് തന്നെ കർമ്മക്ഷേത്രത്തിലെ കാര്യവ്യവഹാരങ്ങളെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതായത് രാജാവിന് മെയിനായിട്ട് വേണ്ടത് റൂളിംഗ് പവറും കൺട്രോളിംഗ് പവറാണ്. അതേപോലെ നമ്മുടെ ശരീരം ഒരു രാജ്യമായിട്ട് നമ്മൾ കണ്ടാൽ, ഈ ശരീരമാകുന്ന രാജ്യത്തിലെ രാജാവാരാണ്? ആത്മാവാണ്, അല്ലേ? അപ്പൊ ആത്മാവ് രാജാവാണ്, ഈ ശരീരത്തിലെ ഇന്ദ്രിയങ്ങള് പ്രജകളാണ്. അപ്പൊ ഈ ശരീരത്തിലെ ഇന്ദ്രിയങ്ങളാകുന്ന പ്രജകളുടെ പൂർണ്ണ നിയന്ത്രണം, അഥവാ ഈ ശാരീരിക അവയവങ്ങളുടെ മേലെ നിയന്ത്രണ ശക്തിയും അതേപോലെ റൂളിംഗ് പവറും ആത്മാവിനുണ്ടായിരിക്കണം. പക്ഷെ ഇന്നെന്ത് സംഭവിച്ചു? ജീവിതയാത്രയിൽ നമ്മൾ പുനർജന്മങ്ങൾ എടുത്തെടുത്ത് താഴേക്ക് വന്ന സമയത്ത് കാലപ്രവാഹത്തില് നമുക്ക് സംഭവിച്ചു പോയത്, ആത്മബോധം നഷ്ടപ്പെട്ടത് കാരണം ഈ കർമ്മേന്ദ്രിയങ്ങളുടെ മേലെ നമുക്ക് നിയന്ത്രണ ശക്തി ഇല്ലാതെ വന്നു. അതിന്റെ തെളിവാണ്, കണ്ണുണ്ടെങ്കിലും നമുക്ക് കാണാൻ പാടില്ലാത്തത് നമ്മൾ കാണും, കാതുണ്ടെങ്കിലും കേൾക്കാൻ പാടില്ലാത്തത് നമ്മൾ കേൾക്കും, നാവ് കൊണ്ട് പറയാൻ പാടില്ലാത്തത് പറയും, കൈകൾ കൊണ്ട് ചെയ്യാൻ പാടില്ലാത്തത് നമ്മൾ ചെയ്യും. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളെ ദുരുപയോഗപ്പെടുത്താൻ തുടങ്ങി. അപ്പൊ കർമ്മേന്ദ്രിയങ്ങളുടെ ഈ ദുരുപയോഗം അവസാനിക്കണമെങ്കിൽ എന്ത് വേണം? ഈ ദുരുപയോഗത്തെ അവസാനിപ്പിക്കണം, ഒപ്പം സദുപയോഗം ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് പവർ വേണം, ആത്മാവില് ബലം വേണം. അപ്പൊ ആത്മാവിനുള്ള ബലമാണ് പരമാത്മ സ്മൃതിയിലൂടെ നമുക്ക് കിട്ടണം. കാരണം പരമാത്മാ അഥവാ ഈശ്വരൻ സർവശക്തിവാനാണ്. അപ്പൊ ആ സർവശക്തിവാനായ ദൈവം, ആ സർവേശ്വര സ്മൃതി നമ്മുടെ ഉള്ളിലെ ബലമാണ് നിറയ്ക്കണം. അതിനാണ് യോഗബലം എന്ന് പറയുന്നത്. ആ യോഗബലമാണ് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തില്, കാര്യക്ഷേത്രത്തിലേക്ക്, നമ്മുടെ കാര്യവ്യവഹാരങ്ങൾക്കിടയിൽ ഉപയോഗപ്പെടുന്നത്. അതാണ് മെഡിറ്റേഷന്റെ പ്രധാനപ്പെട്ട നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. കാരണം ആത്മാവ് ശരീരത്തിലായിരിക്കണം. അപ്പൊ ആത്മാവിൽ എന്ത് ശക്തി നിറയണോ, ആദ്യം ആത്മാവില് നിറയണ ആ ബലം, അത് നമ്മുടെ കർമ്മേന്ദ്രിയങ്ങൾക്ക് കിട്ടണേ. അതേപോലെ ആത്മാവിന്റെ ദുർബലത എന്താണ്, വീക്ക്നെസ് എന്താണോ, അതിന്റെ റിഫ്ലക്ഷൻ നടക്കുന്നത് നമ്മുടെ തന്നെ കർമ്മേന്ദ്രിയങ്ങളിലൂടെയാണ്, നമ്മുടെ തന്നെ കർമ്മങ്ങളിലാണ്. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ്, നമ്മുടെ കാര്യക്ഷമത വർദ്ധിക്കും.
നമ്മൾ ഇന്ന് 1 മണിക്കൂർ ചെയ്തിരുന്ന വർക്ക് നമുക്ക് നാളെ അരമണിക്കൂറിൽ ഫിനിഷ് ചെയ്യാൻ പറ്റും. അടുത്ത ദിവസം അതിനെ 15 മിനിറ്റ് ആക്കാൻ കഴിയും. കൂടുതൽ പെർഫെക്ഷനോടുകൂടി നമുക്ക് ചെയ്യാനും കഴിയും. അപ്പം ആ രീതിയിൽ നമ്മുടെ കാര്യക്ഷമതയെ വർദ്ധിപ്പിക്കാൻ മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കും. കാരണം മെഡിറ്റേഷനിലൂടെ ഒന്ന് ആത്മാവിലെ ബലം നിറയണം, രണ്ടാമത് നമ്മളുടെ ഏകാഗ്രത ക്രമേണ വർദ്ധിക്കാൻ തുടങ്ങും. കാരണം പരമാത്മസ്മൃതി എന്ന് പറഞ്ഞാൽ ഒന്നിലേക്കുള്ള അറ്റൻഷനാണ്. ആ ഒന്നിലേക്ക് നമ്മുടെ അറ്റൻഷൻ കണക്ഷൻ വെക്കുന്നത് കാരണം നമ്മുടെ കോൺസെൻട്രേഷൻ പവർ ഇൻക്രീസ് ആകും. ആ ഇൻക്രീസ് ആകുന്ന കോൺസെൻട്രേഷൻ പവർ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റിയിലും ഓരോ കർമ്മത്തിലും നമ്മുടെ കോൺസെൻട്രേഷനെ വർദ്ധിപ്പിക്കും. അതിനുപരി ആത്മാവില് യോഗത്തിലൂടെ പരമാത്മാവിന്റെ ഓർമ്മയിലൂടെ നമുക്ക് ഈശ്വരനിലെ ഗുണങ്ങൾ നമ്മളിലേക്ക് ആർജിക്കാൻ കഴിയും. നമ്മൾ പറയില്ലേ, ആരുടെ കൂടെ നമ്മൾ കമ്പനി വെക്കുന്ന അവരെ പോലെയാകും. പണ്ട് പറയാറുണ്ടല്ലോ, ചങ്ങാതി നല്ലതാണെങ്കിൽ നമ്മളും അതേപോലെ ആയി മാറും. അപ്പൊ ഈശ്വരനെ ഓർമ്മിച്ച് ഈശ്വരന്റെ കമ്പനിയിലെ ഈശ്വരന്റെ കമ്പാനിയൻഷിപ്പിൽ നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പരമാത്മാവിന്റെ കൂട്ടുകെട്ട്, ആ ഈശ്വരന്റെ നിറം നമ്മുടെ മേലെ ചാർത്തും. ഭഗവാനിലുള്ള നിറം എന്താണ്? ഈശ്വരൻ സർവ്വഗുണങ്ങളുടെ സാഗരമാണ്, ശാന്തിയുടെ സാഗരന്, സ്നേഹത്തിന്റെ സാഗരന്, അല്ലേ, ആനന്ദത്തിന്റെ സാഗരമാണ്. അപ്പോൾ ഈശ്വരനുമായിട്ടുള്ള കണക്ഷൻ, മനസ്സിന്റെ ലിങ്ക് പരമാത്മാവുമായിട്ട് നിരന്തരം ഉണ്ടാകുന്നത് കാരണം ആ ഈശ്വരീയ ഗുണങ്ങള് നമ്മളിലേക്ക് ഫ്ലോ ആകുകയും നമ്മൾ ആത്മാവിലെ ആത്മീയ ഗുണങ്ങളെ ഉണർത്താൻ, ആത്മീയമായ ആ ദൈവികമായ നമ്മളിലെ ക്വാളിറ്റീസ്, ആ ദൈവിക ഗുണങ്ങളെ എമർജ് ചെയ്യാൻ പരമാത്മാവുമായിട്ടുള്ള കണക്ഷൻ ലിങ്ക് നമ്മളെ സഹായിക്കും. അത് മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ ജീവിതം നമ്മൾ നോക്കിക്കഴിഞ്ഞാലേ നമുക്ക് ജീവിതത്തിൽ 2 ഭാഗമാണ്. ഒന്ന് നമ്മുടെ സെൽഫ്, രണ്ടാമത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള മറ്റ് കാര്യങ്ങൾ, കടമകൾ, മറ്റ് കാര്യനിർവഹണ കാര്യങ്ങൾ. അപ്പൊ ഇത് രണ്ടും കൂടെ ഇത് രണ്ടും ഒപ്പം പോണം. അപ്പോൾ നമുക്കിത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്നു. നമ്മുടെ കർമ്മം, മറ്റൊന്ന് നമ്മുടെ ധർമ്മം. അപ്പൊ ധർമ്മവും കർമ്മവും നമുക്ക് ബാലൻസ് ചെയ്ത് പോകണം. ധർമ്മ അർത്ഥം നമ്മുടെ ധാരണകള്, ഒന്ന് നമ്മുടെ ജീവിതത്തിൻ്റെതായ ഡിസിപ്ലിൻസ്, മര്യാദകള്, നമ്മുടെ ജീവിത നിയമങ്ങള്. അപ്പൊ അതില് നമുക്ക് ആ ധർമ്മത്തിലൂടെ ചരിക്കുകയും വേണം. ഒപ്പം തന്നെ നമ്മുടെ കർമ്മം ധർമ്മത്തിലിരുന്നുകൊണ്ട് നമുക്ക് നിർവഹിക്കുകയും വേണം. അതിനാണ് രാജയോഗ മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കുന്നത്. അതായത് ധർമ്മത്തിലിരുന്ന് കർമ്മം ചെയ്യാനായിട്ട് നമ്മളെ പ്രാപ്തനാക്കുകയാണ്. ഇപ്പൊ എന്ത് സംഭവിച്ചു? ആത്മാവ് ശരീരം എടുത്ത് നാടകശാലയിൽ വന്ന് നാടകം കളിച്ച് സംഭവിച്ചു പോയത് എന്താണ്? നമ്മൾ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചു. നാടകം കളിക്കാൻ ആരംഭിച്ചപ്പോ ആത്മാവ് അതിന്റെ സ്വധർമ്മത്തിൽ ഇരുന്നാണ് കർമ്മം ചെയ്തിരുന്നത്. ആത്മാവിന്റെ സ്വധർമ്മം എന്താണ്? ശാന്തി, ശുദ്ധി, സത്യത, സ്നേഹം, അറിവ്, ശക്തി, ആനന്ദം, സന്തോഷം. ആ സ്വധർമ്മത്തിൽ ഇരുന്നുകൊണ്ട് നമ്മൾ നമ്മുടെ കർമ്മം ചെയ്തു. സത്യത്രൈദേകത്തിലെ കർമ്മം അങ്ങനെയായിരുന്നു. സ്വധർമ്മത്തിൽ ഇരുന്നുകൊണ്ടാ കർമ്മം ചെയ്തത്. പക്ഷേ ദ്വാപരയുഗം മുതൽ എന്ത് ചെയ്തു? നമ്മൾ സ്വധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചു, പരധർമ്മത്തിലേക്ക് വന്നു. ഞാൻ ആത്മാവാണെന്നുള്ള ബോധം പോയി. ആത്മീയ ഗുണങ്ങളും ശക്തികളിൽ അതിൻ്റെ സ്മൃതി നമ്മളിൽ നിന്ന് മെല്ലെ മെല്ലെ ഇല്ലാണ്ടാകുകയും ശരീരബോധത്തിലേക്ക് വരികയും ചെയ്തു. അപ്പൊ ദേഹബോധത്തിലേക്ക് വന്നതിന്റെ ഫലമായിട്ട് എന്തായി? ദൈവിക ഗുണങ്ങളുടെ സ്ഥാനത്ത്, ആത്മീയ ഗുണങ്ങളുടെ സ്ഥാനത്ത് ശരീരബോധം നമുക്ക് സമ്മാനിച്ചത് അവഗുണങ്ങളാണ്, ദുർഗുണങ്ങളാണ്, ദുശ്ശീലങ്ങളാണ്, ദുസ്വഭാവങ്ങളാണ്. അത് എമർജിയാകാൻ തുടങ്ങി. അപ്പൊ എന്തായി? ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചു. അപ്പൊ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ട് നമ്മൾ കർമ്മം ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മുടെ കർമ്മങ്ങൾ ഭ്രഷ്ട കർമ്മങ്ങളാകാൻ തുടങ്ങി. ഭ്രഷ്ടാചാരിത അപ്പോഴാണ് ജീവിതത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങി. പാപകർമ്മം, വികർമ്മങ്ങള്, അതാണ് കർമ്മ ഭ്രഷ്ട എന്ന് പറഞ്ഞാൽ അർത്ഥം. ഭ്രഷ്ട കർമാർത്ഥം അതാണ്. അതായത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങി. വിലക്ക് കൽപ്പിച്ചത് ഏതാണോ, മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ലാത്തത്, നാടകശാലയിൽ നാടകം കളിക്കുന്ന സമയത്ത് നാടകത്തിന്റെ നിയമത്തിന് വിരുദ്ധമായി വിധേയമായി ജീവിക്കേണ്ട നമ്മൾ വിരുദ്ധമായ കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങി. അതാണ് സംഭവിച്ചത്. അപ്പം മെഡിറ്റേഷൻ, രാജയോഗ മെഡിറ്റേഷൻ, ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഈ യോഗവിദ്യയിലൂടെ വീണ്ടും നമ്മൾ ധർമ്മത്തിലേക്ക് തിരിച്ചു വരാനും കർമ്മം ചെയ്യാനും പ്രാപ്തരാക്കുകയാണ്. സ്വധർമ്മത്തിലിരുന്ന് എങ്ങനെ കർമ്മം ചെയ്യാം.
അതിനുള്ള ബലം നമ്മുടെ ധാരണകളെ ഊട്ടിയുറപ്പിക്കുക. അതാണ് ആദ്യം വേണ്ടത്. അതായത് ഞാൻ ആത്മാവാണ്, അതാണ് ഫസ്റ്റ് ധാരണ. ആദ്യം ആ ധർമ്മത്തിലേക്ക് നമുക്ക് വരണം. കാരണം എന്താ, ശരീരമാണെന്നുള്ള ബോധത്തിൽ ആണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അതിൽ നിന്ന് ഞാൻ ആത്മാവാണെന്നുള്ള സ്വധർമ്മത്തിലേക്ക് നമുക്ക് വരണം. പിന്നീട് ആത്മാവിന്റെ ധർമ്മം ഏതാണ്? ആത്മാവിന്റെ ധർമ്മം ശാന്തിയാണ്. ശാന്തി സ്വധർമ്മത്തിൽ ഇരുന്നുകൊണ്ട് കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മൾ കർമ്മം ചെയ്യുമ്പോഴേ നമുക്ക് ധർമ്മത്തിലിരുന്ന് കർമ്മം ചെയ്യുന്നു എന്ന് പറയാൻ കഴിയില്ല. അപ്പൊ മെഡിറ്റേഷൻ നമ്മളെ നമ്മുടെ സ്വധർമ്മത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. മെഡിറ്റേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അതാ, സ്വധർമ്മത്തിലിരിക്കുക. ആത്മാവാണെന്നുള്ള സ്മൃതി, പിന്നെ ആത്മാവിന്റെ ഗുണങ്ങൾ. ഞാൻ ശാന്ത സ്വരൂപാത്മാവാണ്, അതാണ് എൻ്റെ ധർമ്മം. ഞാൻ സ്നേഹസ്വരൂപാത്മാവാണ്, അതാണ് എൻ്റെ ധർമ്മം. ഞാൻ ശക്തി സ്വരൂപനാണ്, അതാണ് എൻ്റെ സ്വധർമ്മം. അപ്പോൾ ആ രീതിയിൽ ആത്മാവിന്റെ ഗുണങ്ങൾ എന്തെല്ലാമാണോ ആ ഗുണങ്ങളുടെ സ്മൃതി ഉണർത്തി ആ ധർമ്മത്തെ നമ്മുടെ ധാരണയാക്കി, ജീവിത ധാരണയാക്കി മാറ്റി ആ ധർമ്മത്തിലിരുന്നുകൊണ്ട് പിന്നെ ഈ കർമ്മേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് കർമ്മം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനെ പ്രായോഗിക ധ്യാനം എന്ന് പറയുന്നത്. രാജയോഗ മെഡിറ്റേഷൻ പ്രായോഗിക ധ്യാനമാണ്. കാരണം ധർമ്മത്തിലിരുന്ന് കർമ്മം ചെയ്യാൻ മാനവനെ പ്രാപ്തനാക്കുകയാണ്. നമുക്ക് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് രാജാവിനെ പോലെ നമുക്ക് നമ്മുടെ കർമ്മവും ചെയ്യാൻ പറ്റണം, യോഗിയെ പോലെ ശുദ്ധമായൊരു ജീവിതവും നമുക്ക് ജീവിക്കാനുള്ള ഒരു ബാലൻസിങ്. ഇതിന് രണ്ടിന്റെയും കൂടെ ബാലൻസിങ്, അതായത് ഭൗതികതയുടെയും ആധ്യാത്മികതയുടെയും ഒരു ബാലൻസിങ് എങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുക? കാരണം നമ്മൾ മനുഷ്യരെന്ന് പറഞ്ഞാൽ ആത്മാവും ശരീരവും ചേർന്നതാണ്. അപ്പൊ ആധ്യാത്മികതയുടെയും അതേപോലെ ഭൗതികതയുടെയും ബാലൻസിങ് ഒപ്പം നിലനിർത്തി കൊണ്ടുപോകുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തെ അർത്ഥപൂർണമാക്കി മാറ്റാൻ കഴിയുകയുള്ളൂ. അവിടെയാണ് രാജയോഗ മെഡിറ്റേഷനും ഈശ്വരീയ ജ്ഞാനവും നമ്മളെ സഹായിക്കണം. അപ്പോൾ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലൂടെ ഭഗവാൻ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ഈശ്വരീയ ജ്ഞാനം, ഭഗവാൻ പ്രദാനം ചെയ്യുന്ന ഈ യോഗവിദ്യ, ഇത് ഒരു മനുഷ്യന് നമ്മളെ പഠിപ്പിക്കാൻ പറ്റില്ല. കാരണം ഭഗവാന് മാത്രമേ നമുക്ക് ഈ പഠിപ്പ് തരാൻ കഴിയുള്ളൂ. ഇവിടെ ഈശ്വരനാണ് നമ്മുടെ ടീച്ചർ. പരമാത്മ ടീച്ചറായിട്ട് നമ്മളെ ഈ യോഗവിദ്യ പഠിപ്പിക്കുകയാണ്. മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടത് ആദ്യം ജ്ഞാനമാണ്. ജ്ഞാനം കൊണ്ട് നമ്മുടെ മനസ്സ്, ബുദ്ധി നിറയണം. ബുദ്ധിയാകുന്ന സഞ്ചിയിൽ ഈ ജ്ഞാനരത്നങ്ങൾ എത്രത്തോളം നിറച്ചു വെക്കുന്നു, ജ്ഞാനമാണ് ഫൗണ്ടേഷൻ മെഡിറ്റേഷന്റെ. ഏത് ജ്ഞാനം? ആദ്യം വേണ്ടത് ആത്മജ്ഞാനം. ഞാൻ ആരാണ്? ഞാൻ ആത്മാവാണ്. ഞാൻ എങ്ങനെയുള്ള ആത്മാവാണ്? ഞാൻ ശാന്ത സ്വരൂപാത്മാവാണ്. ഞാൻ ആരുടേതാണ്? ഞാൻ പരമാത്മ സന്താനാണ്, ഈശ്വരീയ സന്താനമാണ് ഞാൻ. പരമാത്മാ എനിക്ക് മാതാപിതാവാണ്. ഭഗവാൻ സർവശക്തിവാനാണ്, ആ സർവശക്തിവാന്റെ സന്താനമാണ് ഞാൻ. അടുത്തത്, ഞാൻ എവിടെ നിന്നാ വന്നേ? ആത്മാവായ എൻ്റെ വീട് എവിടെയാ? ആത്മലോകം നീലാകാശത്തിനപ്പുറമാണ്, സൂക്ഷ്മലോകത്തിനും അപ്പുറമാണ് ബ്രഹ്മലോകം. ആ കാവ്യ നിറം കലർന്ന് നിശബ്ദതയുടെ ലോകമാണ് എൻ്റെ വീട്. അവിടെ ഞാൻ ശാന്തി സ്വധർമ്മത്തിലിരുന്നതാണ്. ആ തിരിച്ചറിവ്. ശാന്തിയുടെ സാഗരനാണ് എൻ്റെ പിതാവ്, അച്ഛൻ. ഭഗവാൻ ശാന്തിയുടെ സാഗരനാണ്, സ്നേഹത്തിന്റെ സാഗരനാണ്. ആ സാഗര സമാന ഗുണങ്ങളും ശക്തികളുമുള്ള സർവേശ്വരന്റെ സന്താനമാണ് ഞാൻ. ആ ഒരു തിരിച്ചറിവ്, അവബോധം, ആ അവബോധത്തിൽ ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭൂതി, ആ ദിവ്യ അനുഭൂതിയാണ് മെഡിറ്റേഷന്റെ പ്രാപ്തി എന്ന് പറയുന്നത്. കാരണം ആത്മാവിനെ നമുക്ക് ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ആത്മാവിന്റെ സാന്നിധ്യം, അതായത് ഈ ദേഹം വേറെയാണ്, ഞാൻ വേറെയാണ്, അത് ആ ഫീലിങ്സ് ആണ് നമുക്ക് കിട്ടുക മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ. അതേപോലെ പരമാത്മാവിനെ നമുക്ക് ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റണില്ല. പക്ഷെ ഭഗവാൻ ആ പരമ ജ്യോതി സ്വരൂപനാണ് സർവേശ്വരൻ. ആ ജ്യോതിസിന്റെ സാന്നിധ്യം നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. ആ ഫീലിംഗ് ആണ് ഏറ്റവും പ്രധാനം. സർവശക്തിവാന്റെ ഓർമ്മ നമുക്ക് സുഖം തരും, ശക്തി നൽകും, സ്നേഹത്തിന്റെ വൈബ്രേഷൻസ് നൽകും. അപ്പൊ ആ വൈബ്രേഷൻസ് ക്യാച്ച് ചെയ്യാൻ നമ്മൾ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക, തയ്യാറാക്കുക. അതാണ് മെഡിറ്റേഷന്റെ ആദ്യത്തെ സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ നമ്മളെ തയ്യാറാക്കുക. എങ്ങനെ തയ്യാറാക്കണം? ശരീരമാണെന്നുള്ള ബോധത്തിൽ നിന്ന് ആത്മബോധത്തിലേക്ക് വരണം. അതാണ് പ്രിപ്പറേഷൻ. ആ പ്രിപ്പറേഷൻ ഫസ്റ്റ് നമുക്ക് ചെയ്യണം. പക്ഷെ ഈ പ്രിപ്പറേഷൻ നമ്മൾ എങ്ങനെ ചെയ്യും? ശരീരബോധത്തിൽ ഓടി നടക്കുന്ന നമുക്ക് ആത്മാവാണെന്നുള്ള ബോധത്തിലേക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ജ്ഞാനം, ആത്മജ്ഞാനം ഫസ്റ്റ് അതാ നമുക്ക് വേണ്ടേ.
ജ്ഞാനം ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മുടെ കോൺഷ്യസ്നെസ്, അവബോധം, നമ്മുടെ ബോധമണ്ഡലം, അതായത് വിസ്ഡം നമ്മുടെ വർക്ക് ചെയ്യാൻ ആരംഭിക്കണം. നോളജ് ഉള്ളിലേക്ക് പോയിട്ട് വിസ്ഡം നമ്മുടെ പ്രവർത്തിക്കണം. ആ വിവേകം നമുക്ക് വിവേകശാലിയാക്കി നമ്മളെ മാറ്റണം. ജ്ഞാനം നമ്മളെ വിവേകശാലിയാക്കണം. പണ്ട് നമ്മൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ എന്ന് പറയുന്നത് ശരീരമാണ്. എൻ്റെ ശരീരത്തിലൊരു ആത്മാവുണ്ട്. ഈ ബോധതലത്തിൽ നമ്മൾ ഇത്രയും കാലം കടന്നു. ആത്മാവുണ്ടെന്നറിയാം, പക്ഷെ നമ്മുടെ ശരിയായ വിസ്ഡം വർക്ക് ചെയ്തിരുന്നില്ല. അതായത് ഞാൻ ആത്മാവാണ്, ഇതെന്റെ ശരീരമാണ്. ഈ ബോധം നമുക്ക് ഈശ്വരീയ ജ്ഞാനം, ആത്മജ്ഞാനം നമ്മുടെ ഉള്ളില് ഈ വിവേകത്തെ ഉണർത്തിത്തരിക. അതിന് ജ്ഞാനം നമുക്ക് സിദ്ധിച്ചു കഴിഞ്ഞാൽ, ലഭിച്ചു കഴിഞ്ഞാൽ, പിന്നീട് നമുക്ക് നമ്മുടെ ഉള്ളില് ജ്ഞാനത്തിന്റെ മനന ചിന്തനം വേണം. മനനം അവൻ കേളീരംഗം വിശ്വവിശാലമാം കളിയരങ്ങി. മനനം അവൻ കേളീരംഗം വിശ്വവിശാലമാം കളിയരങ്ങി. അതിരേതുമില്ല കളിത്തട്ടി ജ്ഞാനത്തിൻ പന്തുമായി കളിക്കുന്നു യോഗി, രാജയോഗി. ഈ രാജയോഗ സപ്താഹ കോഴ്സിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് ആദ്യം നമുക്ക് ആത്മബോധത്തിലേക്ക് വരുന്നതിന് ആത്മചിന്തനം ചെയ്യണം. ആത്മചിന്തനത്തിനാണ് ആത്മജ്ഞാനത്തിന്റെ ആവശ്യം. അതാണ് ഈ സപ്താഹ കോഴ്സിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഞാൻ ആരായിരുന്നു, എവിടെയായിരുന്നു, എൻ്റെ ജീവിതയാത്ര എങ്ങനെയാണ് ആരംഭിച്ചത്, ഇവിടെ ഞാനിപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്, ഇനി എനിക്ക് ബാക്കി ദൂരം എത്രയാണ് സഞ്ചരിക്കേണ്ടത്, എങ്ങനെയാണ് സഞ്ചരിക്കേണ്ടത്, ഇതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ്. ആ തിരിച്ചറിവ് അവബോധം ഉണ്ടാക്കി ആ ബോധതലത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ആ തിരിച്ചറിഞ്ഞ കാര്യങ്ങളുടെ അനുഭവം ചെയ്യാം. അതാണ് മെഡിറ്റേഷൻ. ജ്ഞാനത്തിലൂടെ നമുക്ക് അറിവ് കിട്ടി, മനസ്സിലാക്കിയ കാര്യങ്ങളെ. പക്ഷെ ആധ്യാത്മിക ജ്ഞാനമാണ്. ഈ ആധ്യാത്മിക ജ്ഞാനത്തിന്റെ പ്രൂഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുഭവമാണ്. ആത്മാവ് ശരീരത്തിലുണ്ട്, നമുക്ക് കാണാൻ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ ആത്മാവാണ്, ആത്മാവിന്റെ ബോധം, ആത്മാവ് എൻ്റെ ശരീരത്തിലുണ്ട്, ആ സാന്നിധ്യം ഫീൽ ചെയ്യാൻ നമുക്ക് കഴിയും. ആ ഫീലിംഗ് നമുക്കുണ്ടാക്കിയെടുക്കുക. അതാണ് മെഡിറ്റേഷനിൽ നമുക്ക് കിട്ടുന്നത്. എന്ത് ജ്ഞാനം നമ്മൾ കേട്ടു, ആ കേട്ട ജ്ഞാനത്തിന്റെ നോളജിന്റെ തിയറിയുടെ പ്രാക്ടിക്കൽ സൈഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എങ്ങനെയാണ് സ്കൂൾ കോളേജിൽ നമ്മൾ ആദ്യം തിയറി പഠിക്കും, അതിനുശേഷം അതിന്റെ പ്രാക്ടിക്കൽ ചെയ്യും. അതേപോലെ ഈ കോഴ്സിലൂടെ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തിയറി. ഈ കേൾക്കുന്ന തിയറിക്കൊപ്പം തന്നെ അതിന്റെ അഭ്യാസം ചെയ്യുക. അതാണ് മെഡിറ്റേഷൻ. അത് ആത്മാവിനെ കുറിച്ചാകട്ടെ, പരമാത്മാവിനെ കുറിച്ചാകട്ടെ, ഈശ്വരനെ ആണെങ്കിലും നമുക്ക് ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ലല്ലോ. ഈശ്വരന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. ആ അനുഭൂതി, ആ വൈബ്രേഷൻസ്, ആ തരംഗങ്ങൾ നമുക്ക് അനുഭവം ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ആ തരംഗങ്ങൾ അനുഭവം ചെയ്യാൻ നമ്മുടെ കണക്ഷൻ പ്രോപ്പർ ആയിരിക്കണം. സാധാരണ ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇലക്ട്രീഷ്യന്മാര് 2 വയറുകളെ തമ്മിൽ കൂട്ടിച്ചേർക്കുന്ന സമയത്ത് കറണ്ട് പാസ് ചെയ്യണമെങ്കിൽ വയറുകളുടെ ലിങ്ക് പ്രോപ്പർ ആകണം. അപ്പൊ വയറുകളുടെ ലിങ്ക് പ്രോപ്പർ ആകണം എന്നുണ്ടെങ്കിൽ സാധാരണ ആ വയറിന്റെ മുകളിലുള്ള ഇൻസുലേഷൻ പേപ്പർ മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ചെമ്പുകമ്പികൾ ചേർത്ത് കെട്ടാറുണ്ട്. ആ ചെമ്പുകമ്പികൾക്കുള്ളിലൂടെ കറണ്ട് പോകുള്ളൂ, കറണ്ട് എല്ലാറ്റിലൂടെയും പാസ്സാവില്ലേ, അല്ലേ? അപ്പോൾ ആ ചെമ്പുകമ്പികളുടെ മുകളില് എത്ര ഇൻസുലേഷൻ പേപ്പർ ഉണ്ടോ ആ ഇൻസുലേഷൻ പേപ്പറിന്റെ മുകളിൽ കൂടി കറണ്ട് പാസ്സാവില്ല. അതേപോലെ പരമാത്മാവുമായിട്ട് ഈശ്വരനെ എനിക്ക് ഓർമ്മിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ, അഥവാ എൻ്റെ കണക്ഷൻ പ്രോപ്പറായിട്ട് ലിങ്ക് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ, കണക്ട് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ നമുക്കും ഒരു ഇൻസുലേഷൻ പേപ്പർ ഉണ്ട്. ആ ഇൻസുലേഷൻ പേപ്പറാണ് ഞാൻ ഈ ദേഹാണെന്നുള്ള വിചാരം, ബോധം. ആ വിചാരത്തിലിരുന്നുള്ള നമ്മുടെ ചിന്തയും പ്രവൃത്തികളും കർമ്മങ്ങളും വാക്കുകളും എല്ലാം, നമ്മുടെ പെരുമാറ്റം, അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? സത്യബോധത്തിലേക്ക് തിരിച്ചു വരണം. സത്യബോധം, വിവേകം എന്താണ്? ഞാൻ ആത്മാവാണ്, ഇതെന്റെ ശരീരമാണ്. അങ്ങനെ
ഞാൻ ആത്മാവാണെന്നുള്ള ബോധം ഉണരണം നമ്മുടെ ഉള്ളിൽ. ആ ബോധത്തെ ഉണർത്തിയെടുക്കണം. അങ്ങനെ ആത്മബോധത്തിലിരിക്കുന്ന സമയത്ത് പിന്നെ നമ്മുടെ മനസ്സ് ഓട്ടോമാറ്റിക്കലി ഈശ്വരനുമായിട്ട് കണക്ഷൻ വരും. പറയില്ലേ, അതായത് മെഡിറ്റേഷൻ എന്നുള്ളത് ഒരു വയർലെസ് കണക്ഷനാണ്. എങ്ങനെയാണോ നമ്മുടെ കയ്യിലെ ഫോണുകളും മറ്റും പ്രവർത്തിക്കണേ, വയർലെസ് സെറ്റ് മൊബൈൽസ് എല്ലാം വർക്ക് ചെയ്യണേ, അങ്ങനെയാണല്ലോ, വയർലെസ് കണക്ഷനാണ്. അപ്പം അതേപോലെ നമ്മുടെ മനസ്സും ഈശ്വരനും തമ്മിലുള്ള ആ കണക്ഷൻ എന്ന് പറയുന്നത് ഒരു വയർലെസ് കണക്ഷനാണ്. നമ്മുടെ സങ്കല്പ ശക്തി ഉപയോഗിച്ച് ശുദ്ധമായ ശ്രേഷ്ഠമായ വിചാരങ്ങൾ, ആ വിചാരശക്തിയെ സങ്കല്പശക്തിയെ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ചാനലൈസേഷൻ ചെയ്യുമ്പോൾ ആ സങ്കല്പ ശക്തി ഉപയോഗിച്ചാണ് നമ്മൾ ഈശ്വരൻ്റെ ഓർമ്മ, ആ ഓർമ്മയുടെ യാത്ര ചെയ്യണം. ഒന്ന് ആത്മചിന്തനം, ആത്മബോധത്തിലേക്കുള്ള യാത്ര, പിന്നെ ആത്മബോധത്തിൽ ഇരുന്നുകൊണ്ട് പരമാത്മ സ്മൃതി നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരിക, ആ പരമാത്മ ശക്തിയെ അനുഭവം ചെയ്യുക. അപ്പം ഇത് രണ്ടും നമുക്ക് മെഡിറ്റേഷനിൽ അനുഭവം ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ മെഡിറ്റേഷൻ നമുക്ക് ചെയ്യാൻ ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ജ്ഞാനം ആവശ്യമുണ്ട്. രണ്ടാമത്തത് അഭ്യാസം, പ്രാക്ടീസ്, നിരന്തരമായ പ്രാക്ടീസാണ് ഏറ്റവും പ്രധാനം. അത് നമുക്ക് വേണം. പ്രാക്ടീസ് സാധാരണ പറയാറുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ജ്ഞാന യോഗം എന്നാ പറയാം. യോഗത്തിന് ജ്ഞാനം വേണം, ആത്മജ്ഞാനം വേണം, പരമാത്മജ്ഞാനം വേണം. നമ്മൾ നാടകം കളിക്കണ ഈ നാടകശാലയെക്കുറിച്ചുള്ള പൂർണ്ണജ്ഞാനവും നമുക്ക് വേണം. ഒപ്പം തന്നെ ഈ ജ്ഞാനം ഉപയോഗിക്കുന്നത് നമ്മുടെ മനസ്സും ബുദ്ധിയുമാണ്. മനസ്സ് ജ്ഞാനത്തിന്റെ ആധാരത്തില് ബുദ്ധി ഭഗവാനിലേക്ക് നമ്മൾ ഏകാഗ്രമാക്കാണ്. ബുദ്ധിയോഗം അതുകൊണ്ടാണ് രാജയോഗത്തെ പറയണേ. അതേപോലെ ഇത് ഭക്തിയോഗവുമാണ്. എന്തുകൊണ്ടെന്നാൽ ഭാവന, ഭഗവാനോട് സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഓർമ്മയുടെ യാത്ര വിധിപൂർവം ചെയ്യാൻ പറ്റൂ. കാരണം ഭാവനയാണ് ഏറ്റവും പ്രധാനം ഭഗവാനെ പ്രതി വേണ്ടത്. പക്ഷെ വെറും ഭാവന പോരാ, ജ്ഞാനയുക്ത ഭാവന വേണം. അതിനാണ് ആദ്യം ജ്ഞാനം വേണ്ടത്. ഭക്തിയാണ്, സ്നേഹം വേണം, ഭാവന വേണം. പക്ഷെ ജ്ഞാനത്തിന്റെ ആധാരത്തിൽ ഞാൻ ആരാണ്, ഞാൻ ആരുടേതാണ്, ആ സ്നേഹത്തോടു കൂടിയുള്ള ഓർമ്മയാണ്. അതുകൊണ്ടാണ് അതിനെ ഭക്തിയോഗം എന്ന് പറയാൻ കാരണം. ഒപ്പം തന്നെ രാജയോഗം കർമ്മയോഗമാണ്. അതായത് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ കാര്യവ്യവഹാരങ്ങൾക്കിടയിലും നമുക്ക് ഈ മെഡിറ്റേഷന്റെ അഭ്യാസം ചെയ്യാം. അതായത് ഇപ്പോൾ സിസ്റ്റർ ഈ ജ്ഞാനത്തെ പ്രതി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഷെയറിങ്ങിനോടൊപ്പം തന്നെ എനിക്ക് എൻ്റെ മനസ്സുകൊണ്ട് സർവശക്തിവാനെ ഓർമ്മിക്കാം. അതായത് ഏത് കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും ചെയ്യിപ്പിക്കുന്ന ആളുടെ ഓർമ്മയിലെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുക. ഞാൻ ആത്മാവാണെന്നുള്ള സ്മൃതിയിൽ ഇരുന്നുകൊണ്ട് ഈ കർമ്മേന്ദ്രിയങ്ങളിലൂടെ കർമ്മം ചെയ്യാം. അതും കർമ്മയോഗമാണ്. അതുകൊണ്ട് നമുക്ക് ഈ കർമ്മയോഗം, അതായത് നമ്മുടെ ഡേ ടു ഡേ ലൈഫില് അവരവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മങ്ങൾ അവശ്യം ചെയ്യണം. പക്ഷെ ഒപ്പം ഓർമ്മയുടെ യാത്രയും നമുക്ക് ചെയ്യണം. അതുകൊണ്ട് മെഡിറ്റേഷൻ എപ്പോൾ ചെയ്യണം, എപ്പോൾ ചെയ്യാം, ആർക്ക് ചെയ്യാം, നമുക്ക് എല്ലാവർക്കും ചെയ്യാം. ഒരു കൊച്ചു കുഞ്ഞിന് പോലും രാജയോഗ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം. വളരെ വൃദ്ധനും ചെയ്യാം, ചെറുപ്പക്കാർക്കും ചെയ്യാം, എല്ലാവർക്കും. അതായത് പ്രായപരിധി ഇതിന് ബാധകമേ അല്ല. എന്തുകൊണ്ടെന്നാൽ ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ലിങ്ക. ആത്മാവിന് ചെറിയ കുട്ടിയെന്നോ വയസ്സായവരെന്നോ വൃദ്ധനെന്നോ യങ്സ്റ്റേഴ്സിനോ വ്യത്യാസം ഇല്ലല്ലോ. പ്രായപരിധി ശരീരത്തിൻ്റെതാണ്, പ്രായഭേദം. ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരിലും, ചെറിയ കുട്ടിയാണെങ്കിലും യുവാവാണെങ്കിലും വൃദ്ധനാണെങ്കിലും ആത്മാവ് എല്ലാവരിലും ഒരേപോലെയാണ്. അപ്പൊ ആത്മാവിന് പരമാത്മാവുമായിട്ടുള്ള ലിങ്ക് ആയതുകൊണ്ട് ഇതെല്ലാ പ്രായത്തിൽ പെട്ടവർക്കും ചെയ്യാൻ കഴിയുന്ന വളരെ സഹജമായ ഒരു യോഗവിദ്യയാണ്. അതുകൊണ്ട് ഇതിനെ സഹജയോഗം എന്നും പറയും, രാജയോഗത്തെ. കാരണം വളരെ സരളമായ രീതിയിൽ, സഹജമായ രീതിയിൽ ഏവർക്കും ചെയ്യാൻ കഴിയുന്നതാണ്. എത്ര വലിയ ബുദ്ധിമാനാണെങ്കിലും ചെയ്യാം. എത്ര ലൗകിക് ലോകത്തിലെ സാധാരണ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം ലഭിക്കാത്തവർക്കും ഇത് ചെയ്യാൻ പറ്റും. കാരണം ഈശ്വരൻ നമുക്കിതിനുള്ള വിദ്യ നമ്മളെ അഭ്യസിപ്പിക്കുക. ഭഗവാനാണ് നമ്മുടെ ടീച്ചർ. അതുകൊണ്ട് ഈ പഠിപ്പ് എല്ലാവർക്കും പഠിക്കാം. അതുപോലെ ഈ മെഡിറ്റേഷൻ എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി ഏത് സമയത്ത് ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയം അതിരാവിലത്തെ സമയം, വിശേഷിച്ച് ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ. 2 കാര്യങ്ങളാണ് മെഡിറ്റേഷനിൽ. ഒന്ന് കർമ്മയോഗം. കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് ഓർമ്മയിൽ ഇരുന്നുകൊണ്ട് ചെയ്യാം. ഞാൻ ആരാണ്, ഞാൻ ആരുടേതാണ്, ആ ഓർമ്മയിലിരുന്നുകൊണ്ട് ധർമ്മത്തിലിരുന്ന് കർമ്മം ചെയ്യുമ്പോൾ അതും രാജയോഗത്തിൽ വരും. അതും മെഡിറ്റേഷനാ, പ്രാക്ടിക്കൽ മെഡിറ്റേഷനാ. മറ്റൊന്ന് നമ്മൾ വിശേഷിച്ച് ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാം.
വിശേഷിച്ചിരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റിയ സമയം അതിരാവിലത്തെ സമയമാണ്. അതിരാവിലത്തെ സമയത്ത് സാധാരണ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആ ബ്രഹ്മ മുഹൂർത്തം നമ്മൾ പറയാറുണ്ട് അല്ലേ. അമൃത വേള എന്നാ പറയാ ബ്രഹ്മ മുഹൂർത്തത്തെ, അമൃതിന് തുല്യമായ സമയം അതിരാവിലത്തെ സമയം. അതായത് രാവിലെ 2 മണി മുതൽ 5 മണി വരെയുള്ള സമയം, 5 മണിക്ക് മുമ്പുള്ള സമയം ഏറ്റവും ഉത്തമമായ സമയം. എന്തുകൊണ്ടെന്നാൽ ആ സമയം വളരെ ശാന്തമാണ്. പ്രകൃതി ശാന്തമാണ്, തത്വങ്ങൾ 5. മനുഷ്യരെല്ലാവരും ആ സമയത്ത് നന്നായിട്ട് ഉറങ്ങണ സമയമാണ് കൂടുതലും. അപ്പം അതുകൊണ്ട് ആ കാരണത്താൽ മനുഷ്യ മനസ്സിൽ നിന്നുണ്ടാകുന്ന സങ്കല്പ വികല്പങ്ങൾ പോലും അന്തരീക്ഷത്തെ ഡിസ്റ്റർബ് ചെയ്യിക്കില്ല. അതുകൊണ്ട് അന്തരീക്ഷവും വളരെ കാം ആൻഡ് ക്വയറ്റാണ് ആ സമയത്ത്. അപ്പം ആ ശാന്തമായ ആ സമയത്ത് നമ്മൾ ഉണർന്നെഴുന്നേൽക്കുകയാണെങ്കിൽ 5 മണിക്ക് മുമ്പുള്ള സമയം, 3:30-ക്കോ 3 മണിക്കോ 4 മണിക്കോ ആ സമയത്ത് നമ്മൾ ഉണർന്നെഴുന്നേറ്റ് 3/4 മണിക്കൂറെങ്കിലും, സ്പെഷ്യലി പറയുന്നത് ഭഗവാന്റെ ഡയറക്ഷൻ, രാവിലെ നമ്മൾ 3:30 മണിക്ക് എഴുന്നേറ്റ് തയ്യാറായിട്ട് റെഡിയായിട്ട് അറ്റ്ലീസ്റ്റ് കൈകാൽ മുഖമെങ്കിലും കഴുകിയിട്ട്, കുളിക്കാൻ പറ്റുന്നെങ്കിൽ ഏറ്റവും ഉത്തമം, ഇല്ലെങ്കിൽ കൈകാൽ മുഖം കഴുകി ബ്രഷ് ചെയ്ത് ഒരു 4 മണി മുതൽ 4:45 വരെയുള്ള സമയം, ആ സമയം ഏറ്റവും ഉത്തമമാണ്. ആ സമയത്ത് നമ്മൾ എഴുന്നേറ്റിരുന്ന് ഈശ്വരനെ ഓർമ്മിക്കുകയാണെങ്കിൽ ആ ഓർമ്മയുടെ ശക്തി നമ്മൾ ആത്മാവിന് ഒരു റീചാർജിങ് പോലെ. കാരണം ഫുൾ ഡേ ഈ ശരീരമാകുന്ന വണ്ടി, ഈ വാഹനം ഓടിക്കേണ്ടത് ആത്മാവാകുന്ന ഡ്രൈവറാ. അതിന് വേണ്ടുന്ന ഫുൾ പെട്രോൾ നിറയ്ക്കുന്ന ഒരു പ്രക്രിയ ആണ് അതിരാവിലത്തെ മെഡിറ്റേഷനിൽ ബ്രഹ്മ മുഹൂർത്തത്തിൽ ചെയ്യേണ്ടത്. ഇത് നമുക്ക് എല്ലാവർക്കും, കുടുംബത്തിൽ എത്ര പേരുണ്ടോ നമ്മളെല്ലാവരും അവശ്യം ചെയ്യേണ്ടതാ. കാരണം ഈ ഡ്രൈവർക്ക് നമ്മൾ പെട്രോൾ നിറയ്ക്കാത്തത് കാരണമാണ് ഡേ ടൈമിൽ നമ്മളെ ഓട്ടത്തിൽ നമ്മൾ ക്ഷീണിച്ചു പോണേ. അല്ലെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത പല സാഹചര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ടെൻഷനും പ്രഷറും സ്ട്രെസ്സും ഇതൊക്കെ കൂടുതൽ കൂടുതൽ ഫീൽ ചെയ്യണത് ആത്മബലം ഇല്ലാത്തതിന്റെ ലക്ഷണം, ആത്മാവ് വീക്കായതിന്റെ തെളിവാണ്. ആത്മാവ് വീക്കാണ്, ദുർബലനാണ്, ആത്മാവിൽ ശക്തിയില്ല. ആ ശക്തിയില്ലാത്ത, ഭക്ഷണം കഴിക്കാത്ത ഡ്രൈവർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ലക്ഷണമാണ് നമ്മുടെ ദേഷ്യവും പൊട്ടിത്തെറിയും അതേപോലെ സ്ട്രെസ് ലെവൽ ഉയരുന്നതും എല്ലാം തന്നെ. അപ്പോൾ നമുക്ക് എത്ര കൂടുതൽ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വളരെ ഫാസ്റ്റ് ലൈഫാണ്. ഈ ഫാസ്റ്റ് ലൈഫിൽ നമുക്ക് കൂടുതൽ കൂടുതൽ കർമ്മങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കർമ്മക്ഷേത്രത്തിൽ നമുക്ക് എത്ര ഫാസ്റ്റായിട്ട് പോകണമോ ഈ വണ്ടിയെ നമുക്ക് എത്ര സ്പീഡിൽ കൊണ്ടുപോകണോ. പക്ഷെ സ്പീഡിൽ കൊണ്ടുപോകുമ്പോഴും സേഫായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആത്മാവിന്, ഡ്രൈവറിന് ബലം വേണം, ശക്തി വേണം. ഡ്രൈവർ മിടുക്കനായിരിക്കണം, എക്സ്പേർട്ടായിരിക്കണം. അതിന് നിത്യേന കുടുംബസമേതം നമ്മളെല്ലാവരും എഴുന്നേറ്റ് അതിരാവിലെ സമയത്ത് ബ്രഹ്മ മുഹൂർത്തത്തിൽ 4 മണി സമയത്തെങ്കിലും എഴുന്നേറ്റ് നമ്മൾ ഈശ്വരന്റെ ഓർമ്മ, ആ ഓർമ്മയുടെ യാത്രയിലിരുന്ന് മെഡിറ്റേഷനിലൂടെ ആത്മാവാകുന്ന ബാറ്ററി റീചാർജ് ചെയ്യണം. ആ റീചാർജിങ് ഫുൾ ഡേ നമ്മുടെ എല്ലാ കർമ്മത്തിലും റിഫ്ലക്റ്റ് ചെയ്യും. കാരണം ആത്മാവിൽ നിറയണ ബലം നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളിലൂടെ, കർമ്മങ്ങളിലൂടെ റിഫ്ലക്റ്റ് ചെയ്യും. നിങ്ങൾ ചെയ്തു നോക്കൂ, ശീലിച്ചു നോക്കൂ. ദിവസവും 4 മണിക്ക് എഴുന്നേറ്റ് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. നമ്മുടെ സാധാരണ ഇത്ര കാലത്ത് നമ്മുടെ ദിനചര്യയും അതേസമയം ഡെയിലി നമ്മൾ എഴുന്നേറ്റ് അതിരാവിലെ എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ കർമ്മങ്ങൾ ചെയ്യാൻ പോകുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം സ്വയം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. അപ്പം നമുക്കറിയാൻ കഴിയും രാവും പകലും പോലുള്ള വ്യത്യാസം ഉണ്ടാവും. അത്രയധികം ചേഞ്ചസ് നമ്മുടെ റുട്ടീനിൽ നമുക്ക് ഫീൽ ചെയ്യും, കർമ്മക്ഷേത്രത്തിൽ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബിസി ആയിട്ടുള്ളവരാരാണോ അവരാണ് ഏറ്റവും കൂടുതൽ സമയം മെഡിറ്റേഷൻ ചെയ്യേണ്ടത്.